ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോർലി സാറാണ്. വെൽക്കം സർ. ആദ്യമേ തന്നെ സാറിനോട് ബ്രില്യൻറ്റിൽ സാറ് എത്തിയിട്ട് എത്ര നാളായി? ഞാൻ 2015 മാർച്ചിലാണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് എത്തുക. ബ്രില്യൻറ്റിലേക്ക് എത്തുമ്പോൾ ഞാനൊരു ക്രാഷ് കോഴ്സിൻ്റെ സമയമാണ്. അതിനു മുന്നേ ഞാനൊരു സ്കൂളിൽ, വൈക്കത്തൊരു സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഇവിടെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയത്. അതായത് ഇവിടെയുള്ള ഒരു മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടോമി സാറിനോട് പറഞ്ഞു, ഞങ്ങളുടെ പഠിപ്പിക്കുന്നൊരു സാറുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ പറഞ്ഞിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിൽ എത്തിയത്. കാരണം അവർ പറഞ്ഞു, ഇങ്ങനെ ടോം സാറിനോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു സാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ് പറഞ്ഞത്, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ സാറാണ് എന്നെ ഈ ജോർജ് സാറിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതും. അങ്ങനെ ഞാൻ ബ്രില്യൻറ്റിൽ എത്തുക ചെയ്തത്. അപ്പം സാധാരണ നമ്മളൊരു ക്രാഷ് കോഴ്സ് തുടങ്ങിയ സമയമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ക്രാഷ് ക്ലാസ് കിട്ടുമെന്നായിരുന്നു. പക്ഷെ ആദ്യമേ ഞാൻ പഠിപ്പിച്ചത് മാന്നാനത്ത് നമ്മുടെ ലോങ് ടൈമിനുള്ള കുട്ടികളെയാണ്. ഒരു 1 ഡേ ക്ലാസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ക്രാഷ് കോഴ്സും മറ്റുമൊക്കെ ആയിട്ട് കൂടുതൽ എൻഗേജഡായി. അങ്ങനെയാണ് അതിൻ്റെ ഒരു അതായത് വലിയ ആഗ്രഹിച്ച് ഞാൻ ഇരുന്നൊരു സ്ഥലമായിരുന്നു. കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴായാൽ പോലും ബ്രില്യൻറ്റ് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ആയാലും കുട്ടികൾ അവിടുത്തെ സ്കൂൾ ബസ്സിൽ നമ്മുടെ ലോങ് ടൈമിനൊക്കെ പഠിക്കാനായിട്ട് നമ്മുടെ ബ്രില്യൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ വന്ന് കുട്ടികൾ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം തിരിച്ച് ഇങ്ങോട്ടേക്ക് വീണ്ടും എത്താൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷം. ഓക്കെ. അപ്പം സാർ ആദ്യം മുതലേ ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പാഷനായിട്ട് തന്നെ വന്ന ഒരാളാണോ? അതെ. ഞാൻ +2 കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികൾക്കായാലും പതുക്കെ ട്യൂഷനൊക്കെ എടുത്ത് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നെ ഞാൻ അവിടെ ഒരു സ്കൂളിൽ കയറി. അങ്ങനെ ടീച്ചിങ് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ B.Ed മാന്നാനത്താണ് പഠിക്കുക. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു രാജനച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛനാണ്. അച്ഛൻ പലപ്പോഴും ഞങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്കൂളിൽ ഒതുങ്ങി നിന്നാൽ അത്രയും കുട്ടികളെ നമ്മൾ അറിയുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു കൂടുതൽ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അധികം കുട്ടികളുള്ള സ്ഥലങ്ങളിൽ പഠിപ്പിക്കണമെന്ന് അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒത്തിരി കുട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനൊരു സ്കൂളിൽ ചേർന്ന അവിടുത്തെ കുട്ടികൾ കൂടിപ്പോയാൽ ഒരു 80 സ്റ്റുഡൻസ് ഒരു വർഷം, അല്ലെങ്കിൽ ഒരു 160 സ്റ്റുഡൻസ്. പക്ഷെ ബ്രില്യൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 1000 കണക്കിന് കുട്ടികളെയാണ്. ഇപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ ആയാലും എത്രയോ കുട്ടികളെയാണ് നമ്മൾ ഒരുപക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ എവിടെ പോയാലും നമ്മളെ പരിചയമുള്ള ഒത്തിരി കുട്ടികളുണ്ടാവും. ഏത് സ്ഥലത്ത് ചെന്നാലും ജോർലി സാറല്ലേ എന്ന് ചോദിച്ച് വരാറുണ്ട് പലരും. അതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു ക്രെഡിറ്റ് അല്ലല്ലോ, നമുക്കൊരു പ്ലാറ്റ്ഫോം തന്ന ബ്രില്യൻറ്റിന്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ്. അപ്പൊ കുട്ടികൾ ഓർക്കുന്നു എന്നതിലാണ് നമ്മളുടെ വലിയ സന്തോഷം. കുട്ടികൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ഒത്തിരി, പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു കരിയറിന്റെ ഒരു തുടക്കം നമ്മളിങ്ങനെ ഒന്ന് മുന്നോട്ട് പോകാൻ ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ശരിക്കും ഇത് നമുക്കൊരു വലിയ എനർജിയാണ് അല്ലേ, കുട്ടികളുടെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മളെ കുട്ടികൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മുടെ ക്ലാസ്സുകളും കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അല്ലേ. അപ്പം സാറിനെ പറ്റി ഒത്തിരി അധികം കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം മിക്കവാറും തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും കുട്ടികൾ പറയുന്നത് ഇവരുടെ തഗ്ഗുകളുടെ രാജാവ് എന്നാണ് സാറിനെ പറയുന്നത്. അതായത് ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും ആ കൂട്ടത്തിലൊരു തഗ് ഡയലോഗ് ആ കൂട്ടത്തിലുണ്ടാവും എന്നാണ്. അല്ല, അങ്ങനെ നമ്മള് ക്ലാസ്സിൽ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ അതെന്തോ എന്റെ നാവില് ചില സമയങ്ങളിൽ, ചില ക്ലാസിന്റെ അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോ ചില കുട്ടികൾ സഹായിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ചിലർ പറയുമ്പോൾ അത് വെച്ചിട്ട് പറയാ. അങ്ങനെ വരുന്നതാണ്. പിന്നെ ചിലതൊക്കെ നല്ലതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാരണം ഇത് സംഭവം ആയിട്ടൊക്കെ ഉള്ള പലരും കെമിസ്ട്രി ഒരു സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്, അതോടൊപ്പം ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആണെന്ന് പറയാറുണ്ട്. കാരണം ഒത്തിരി തിയറിയും മറ്റു കാര്യങ്ങൾ എക്സെപ്ഷൻസുകളൊക്കെ ഉള്ളതാണ്. അപ്പം അതെങ്ങനെ രസകരമാക്കാമെന്ന് ഞാൻ പണ്ടുകാലം മുതൽ ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്. പണ്ട് നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴായാലും ഇതെങ്ങനെ പിള്ളേരുടെ മനസ്സിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ പറയാഞ്ഞു കൊടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ. അപ്പം
പലരും ഇപ്പോഴും എന്നെ കാണുമ്പോഴും സാർ അന്ന് പറഞ്ഞ എക്സാമ്പിളാണ് ഞാൻ എന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളൊരു പക്ഷേ നമ്മളത് മറന്നുപോയിട്ടുണ്ടാവും. എന്നിരുന്നാലും ആ കുട്ടികൾ എപ്പോഴും അത് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു സന്തോഷം. അതെ, ശരിക്കും ആ ഒരു കെമിസ്ട്രി അല്ലെ, നമ്മൾ രസതന്ത്രത്തിനെ ഇത്ര രസത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അല്ല, ഒത്തിരി പേരുണ്ട് കേട്ടോ ബ്രില്യന്റിലെ, ഒത്തിരി പേരുണ്ട്. എല്ലാവരും തന്നെ രസകരമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുക. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതുപോലെ ബെനിഫിഷ്യൽ ആവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അതെ, കാരണം നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ഓർത്തിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉപകാരപ്പെടുന്നു എന്നറിയുമ്പോഴാണ് നമുക്കതിന്റെ സന്തോഷം. അപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മള് ചില കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ കഥാപാത്രത്തേക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ഇന്ന ആള് അത് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് പറയാം. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, കുട്ടികൾ ഇതൊക്കെ മാറി, കുട്ടികൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി. അപ്പൊ അതിനനുസരിച്ച് മാറണം നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾസ് കണ്ടെത്തണം എന്തെങ്കിലുമൊക്കെ. അപ്പൊ പലപ്പോഴും ക്ലാസ്സിൽ എനിക്ക് വീണ് കിട്ടാറുണ്ട്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് BEd പഠിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, നമ്മള് കെട്ടിക്കിടക്കുന്ന വെള്ളമാവരുത് അധ്യാപകൻ, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാവണം. അപ്പൊ കുട്ടികളോടൊപ്പം കൂടെ ഒഴുകിയാലേ അവരെ നമ്മൾ ആകർഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളാണ്. കുട്ടികളോടൊപ്പം നമ്മൾ ചിന്തിക്കാനും അവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കാനും തുടങ്ങിയാൽ അവർ നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇപ്പം നമ്മളെ പഠിപ്പിച്ച പല അധ്യാപകരും ഉണ്ടാവും, അതിനകത്തെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഓർത്തിരിക്കുന്നില്ല എങ്കിൽ പോലും ചിലർ നമുക്ക് ഭയങ്കര ദിൽ ബി വെരി ക്ലോസ് ടു അവർ ഹാർട്ട്സ് അല്ലേ. അപ്പം ആ ഒരു അധ്യാപകൻ ചിലപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പഠിപ്പിച്ച എന്തെങ്കിലും കാര്യമായിരിക്കാം, അതായിരിക്കും നമുക്ക് ഒരിക്കലും മറക്കാനാവാതെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം ആ ആളോട് തോന്നുന്ന ഒരു പ്രത്യേക താല്പര്യവും എന്നാൽ അത് മറ്റേ ആളോട് തോന്നാതിരിക്കുകയും അല്ലേ. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ടീച്ചർ ട്രീറ്റ്സ് എ സ്റ്റുഡൻറ്റ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഒരു പോളിസിയാണ്, അല്ലാതെ ഒരാൾ മാത്രം അവിടെ കിടന്നുകൊണ്ട് ഒരു വൺ മാൻ ഷോ കാണിക്കാതെ ഇപ്പം നമ്മൾ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും, നമ്മുടെ പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ എല്ലാവരുടെയും ഒരു പ്രത്യേകതകളാണ്. എല്ലാവരെയും തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഇതുപോലെ നമുക്ക് തമാശ പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, എല്ലാവരെയും ഇഷ്ടമാണ്. കാരണം എല്ലാവരും അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ആ ഒരു യുണീക്നെസ്, ഓരോരുത്തർക്കും ഉള്ള ഒരു യുണീക്നെസ്, അത് സബ്ജക്റ്റ് വൈസ് ആയിക്കോട്ടെ, അത് ടോപ്പിക് വൈസ് ആയിക്കോട്ടെ, അവർ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ അവർക്കുള്ള ഒരു യുണീക്നെസ് അത് കുട്ടികൾക്ക് വളരെയധികം താല്പര്യമാണ്. അപ്പം സാർ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ അധ്യാപകരെ കുറിച്ച് എക്സ്പെഷ്യലി സാർ വരുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ കെമിസ്ട്രി ഫാക്കൽറ്റീസും സാർ ഒന്ന് പറയാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. എസ്പെഷ്യലി ഞാൻ അവിടെ നിന്നായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയായിരിക്കും കുറച്ചും കൂടെ ഉണ്ടാവുക. എന്താ വെച്ചാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എല്ലാ ലെവലിലും ഉള്ള ആൾക്കാരുണ്ട്. കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇൻഓർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക്. അപ്പം അതിൽ എല്ലാത്തിലും എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ട്, ഓരോ ടോപ്പിക്കിലും എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് വേറെ എങ്ങും പോകണ്ട. നമ്മൾ കെമിസ്ട്രിയെ സംബന്ധിച്ച് ഇവിടെ ഒരു ഫൈനൽ വേർഡ് ഉണ്ട്. ഇപ്പം നമ്മൾ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ കീ തയ്യാറാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒട്ടും എററില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കുറേ പ്രൊഫസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന കുറേ അധ്യാപകരുണ്ട്. ഇപ്പം അജേഷ് സാറുണ്ട്, അതോടൊപ്പം തന്നെ ശ്രീജിത്ത് സാറുണ്ട്. അവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ നല്ല അധ്യാപകർ തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്, മത്തായി സാർ പോലുള്ള. വളരെ എല്ലാവരുടെയും പേര് ഞാനിവിടെ പറയുന്നില്ല, എന്നാലും വളരെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരുണ്ട്, ജൂനിയർ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളവരുണ്ട്. എല്ലാവരും അവരുടേതായ രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. എല്ലാവരും നമ്മൾ സാധാരണ ഒരു പ്രൊഫഷണൽ ജലസി എന്ന് പറയുന്ന ഒരു സാധനമൊന്നും ഇവിടെ ഇല്ല, ടീം വർക്കാണ്. അപ്പൊ എങ്ങനെ നന്നാക്കാം, എല്ലാവരും എന്റെ ക്ലാസ് എങ്ങനെ കുറച്ചും കൂടെ നന്നാക്കാം എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അല്ലാതെ ഞാനിത് പറഞ്ഞതിൽ മറ്റേയാള് അങ്ങനെയുള്ള ഒരു വേറിട്ട ഇതൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുക, എല്ലാവരും തന്നെ. നമ്മുടെ മാനേജ്മെന്റ്
നമുക്ക് തരുന്നൊരു സപ്പോർട്ട്, അത് ഫോർ ബോത്ത് നമുക്ക് ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിനാണെങ്കിലും ശരി, അതുപോലെ തന്നെ കുട്ടികൾക്കും നമ്മുടെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നൊരു സപ്പോർട്ട് എന്ന് പറയാം. അത് മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നല്ലൊരു സപ്പോർട്ട്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മാരേജ് ആയത്. അപ്പോൾ വലിയ പരിചയമൊന്നും ഇവിടെ ഇല്ല, വെറും ഞാൻ ജൂനിയറാണ്, 2 വർഷമുള്ളൂ. എല്ലാവരും വലിയ വലിയ അധ്യാപകരാണ്. അപ്പോൾ നമുക്കിത് കല്യാണമൊക്കെ ഒന്ന് വിളിക്കണമല്ലോ. അപ്പം ഞാൻ ജോർജ് സാറും ഒക്കെ ഡയറക്ടേഴ്സ് ഇരിക്കുന്ന റൂമിൽ ചെന്നു. ഞാനിങ്ങനെ പറഞ്ഞു, സാറേ എൻ്റെ വിവാഹമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മുൻപ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഞാൻ ഇവിടുന്ന് എല്ലാവർക്കും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും തലേദിവസം അറിയാവുന്നവരൊക്കെ വിളിച്ചു ആശംസകളൊക്കെ പറഞ്ഞു. ഞാൻ കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജോർജ് സാറ് ഫ്രണ്ടിൽ നിൽക്കും. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഞാൻ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോർജ് സാറും ഒക്കെ വന്നു, കല്യാണത്തിന് വന്നു, എൻ്റെ വിഷ് ചെയ്തു. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം ഇത്രയും നാളുകൾക്ക് മുന്നേ അദ്ദേഹം ഓർത്തിരുന്നു ആ ഡേറ്റ്. പിന്നെ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇവിടുന്ന് പാലായിൽ നിന്ന് വൈക്കം വരെ വന്നു. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയൊരു അനുഭവം. അത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാനങ്ങ് പറഞ്ഞു തന്നെ, എല്ലാവർക്കും ഇതുപോലെ തന്നെ ഓരോ അനുഭവം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മളുടെ എത്ര ബുദ്ധിമുട്ട് വരുമ്പോഴായാലും ഒക്കെ, നമ്മുടെ സന്തോഷത്തിലും ഒക്കെ സങ്കടത്തിലും ഒക്കെ അവരുണ്ട് എന്നുള്ളൊരു വിശ്വാസം അതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ 4 ഡയറക്ടേഴ്സ് ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കും. എന്താവശ്യം വന്നാലും അവരുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് അങ്ങനെ അനുഭവം ഒത്തിരി ഉണ്ട്. ഞാനൊരു അനുഭവം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നമുക്ക് 700-ൽ പരം പ്രൊഫസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ കൂടുതൽ നമുക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനായിട്ട് നമ്മുടെ മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു വലിയ വിജയം തന്നെയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ, അവർ നമുക്ക് നൽകുന്ന ഒരു പ്രചോദനവും കൂടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ ഒത്തിരി യാത്രയൊക്കെ ചെയ്യുമ്പോൾ അല്പം ക്ഷീണമൊക്കെ തോന്നും. ഇപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കോഴിക്കോട് പഠിപ്പിക്കുക, അപ്പോൾ പിറ്റേ ദിവസം നമുക്കിവിടെ അത്യാവശ്യമായിട്ട് ഒരു പോർഷൻ എൻ്റെത് ഞാൻ എടുത്തുകൊണ്ടിരിക്കണം, തീർക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വന്നിട്ട് തീർന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ യാത്ര ചെയ്ത് വരുമ്പോൾ അപ്പോൾ അവർ അതൊരു കുഴപ്പമില്ല സാറേ, സാറിങ്ങനെ പോരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് രാവിലെ ക്ലാസ്സിൽ കയറുമ്പോൾ അതൊന്നും കോഴിക്കോട്, തലേദിവസം കോഴിക്കോട് ജോർജ് സാർ വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വരുമ്പോൾ സാർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, സാറിങ്ങനെ, അതുപോലെ എല്ലാവരും കേട്ടോ, എല്ലാവരും ഇതുപോലെ ഓടി നടന്നാണ് വർക്ക് ചെയ്യണേ. ഇപ്പം സെബാസ്റ്റ്യൻ സാറാണെങ്കിലും സ്റ്റീഫൻ സാറാണെങ്കിലും സന്തോഷ് സാറാണെങ്കിലും ഒക്കെ എല്ലാവരും അവരവരുടെ സെന്ററുകളിൽ ഓടി നടന്നു. അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എന്ത് കണ്ടായിക്കൂടെ. അപ്പൊ അത്രയും നല്ലൊരു എനർജി അവർ തരുന്നുണ്ട്. അതായത് അവരൊരിടത്ത് തന്നെ ഇരുന്നിട്ട് നിങ്ങൾ പോയി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പോകുക, അങ്ങനെയല്ല. അവര് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത് മുന്നേ നടന്ന് ചെയ്ത് കാണിച്ചു തരുവാണ്, അല്ലാതെ ഇത് ചെയ്തോ അത് ചെയ്തോ എന്നുള്ളത് അവരങ്ങ് ചെയ്യുക. അപ്പൊ നമ്മളതിന്റെ കൂട്ടത്തിലൊക്കെ അറിയാതെ കൂടിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഓൾമോസ്റ്റ് 8 സെന്ററുകളുണ്ട് നമുക്ക് കേരളത്തിലുടനീളം. പക്ഷേ ഈ എല്ലാ സെന്റേഴ്സിലും ഇവരെല്ലാവരും ഓരോ ആഴ്ചയും ചെല്ലുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള സെൻറ്റേഴ്സിൽ ഇവരെല്ലാവരും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെൻറ്റേഴ്സിലെയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ വലിയ വിജയമാണ്. അപ്പോൾ സാറേ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങുകയാണ്. നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു, ജെഇയുടെ റിസൾട്ട് വന്നിരിക്കുന്നു. എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും മികച്ച വിജയം തന്നെയാണ് നമുക്ക് ബ്രില്യൻറ്റിനുള്ളത്. അതുമാത്രമല്ല, ഇപ്രാവശ്യത്തെ നമ്മുടെ നീറ്റിൻ്റെ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇപ്പം ചില കുട്ടികളിപ്പം അത് റിപ്പീറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ ഇപ്പം +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുട്ടികളിങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ട്, ഈ പറയുന്ന പോലെ നീറ്റ് എഴുതിയെടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ പല രീതിയിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അവരെ പുറകോട്ട് വലിക്കുന്നവരുണ്ടാകും, എക്സ്പെഷ്യലി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്,
അതായത് കഴിവുള്ള കുട്ടികളെ നമ്മൾ എന്നും അംഗീകരിക്കും. നമ്മൾ അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം അവർക്ക് വേണ്ടത് ചെയ്യുക. അവർ പോലും അറിയാതെ അവരൊരു ഡോക്ടറാവുക. പലപ്പോഴും ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും കഴിവുണ്ടെങ്കിൽ ബ്രില്യൻ്റ് എന്നും കൂടെയുണ്ട്. നമുക്ക് എത്ര കുറഞ്ഞ മാർക്ക്, ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞ കുട്ടികളായിരിക്കാം, എത്രയോ കുറഞ്ഞ മാർക്കിൽ വന്ന കുട്ടികൾ നല്ല റാങ്ക് മേടിച്ച് നമ്മുടെ ഇവിടുന്ന് പോയേക്കുന്നു. അപ്പോൾ പലരും പലപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട് ഇവിടെയുള്ള എല്ലാം ടോപ്പ് മാർക്ക് വന്നിട്ട് ടോപ്പ് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ഒരു 90% എബോവ് കുട്ടികളെ പഠിപ്പിച്ചിട്ട് റാങ്ക് മേടിക്കുന്നതിൽ അവരുടെ കഴിവല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരി എത്രയോ കുറഞ്ഞ മാർക്കുള്ളവർ നമ്മുടെ റാങ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം പലരുടെയും വിചാരം ഇവിടെ വരുന്നത് ഈ ടോപ്പായിട്ടുള്ളതുകൊണ്ട് ടോപ്പ് കിട്ടുന്നു എന്നുള്ള. അങ്ങനെയല്ല, ഏത് തരത്തിലുള്ള കുട്ടികൾക്കും പഠിക്കാൻ കഴിവുള്ള ആഗ്രഹമുള്ളതാണ്. ഇപ്പൊ ഒരു ആഗ്രഹമാണല്ലോ ഇതെല്ലാം. അപ്പൊ നമ്മൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ അത് ഉറപ്പാണ്. നമുക്ക് ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ മാർക്കിനേക്കാളും നമ്മൾ ആ ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹം, നീറ്റ് അല്ലെങ്കിൽ ഒരു IIT അല്ലെങ്കിൽ ഒരു NIT എന്ന് സ്വപ്നം കാണുന്ന ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടൊരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു, അവർക്കിത് കൂട്ടിയാൽ കൂടുമോ എന്നൊക്കെ ഒരു സംശയം തോന്നുന്നു. അതിൻ്റെ ഒന്നും ഒരു സംശയവുമില്ല. കാരണം ഇവിടെ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും എക്കാലവും കൈനീട്ടി സ്വീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ മുൻ വർഷങ്ങളിലാണെങ്കിലും ഒരുപാട് കുട്ടികൾ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ ബ്രില്യൻ്റ് ചേർത്ത് നിർത്തി അവരെല്ലാവരും തന്നെ നല്ലൊരു വിജയം ഇവിടുന്ന് നേടി പോയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം. പക്ഷേ ഒരിക്കലും മക്കളെ, നിങ്ങളെ ആരും ഇവിടെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തുവോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു വേറെ വ്യത്യാസമില്ല. അങ്ങനെയൊന്നുമില്ല. പഠിക്കുന്ന കുട്ടികൾക്കെന്നോ പഠിക്കാത്ത കുട്ടികൾക്കെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നോ ഇതൊന്നും പറഞ്ഞ് നമുക്ക് വേറെ ഒരു വേർതിരിവ് നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങളെല്ലാവരും ഈ ഒരു ഫാമിലിയുടെ ഭാഗമാണ്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ തന്നെ പഠിച്ചു പോവുകയാണ്. അപ്പം ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, അതായത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പഠിക്കാൻ നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ ഇതൊരിക്കലും ഒരു പരസ്യവാചകമല്ല. പക്ഷെ നമ്മളിവിടെ സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും ബ്രില്യൻ്റ് ചെയ്തു പോരുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചാരിറ്റി. അപ്പം ഇതിന് നമ്മൾ ഒത്തിരി വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒന്നും കൊടുക്കാറുമില്ല. വരുന്ന കുട്ടികൾക്ക് ഇവിടെ നമ്മൾ അഡ്മിഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ വളരെ മനോഹരമായിട്ട് ബാക്കി കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നതുമാണ്. അപ്പം ആ ഒരു ആഗ്രഹം ഉള്ള ഒരു കുഞ്ഞു പോലും, അല്ലെങ്കിൽ ഒരു നീറ്റ് എന്നൊരു സ്വപ്നം കാണുന്ന ഒരു കുഞ്ഞു പോലും ഇവിടെ വന്ന് സങ്കടപ്പെടേണ്ടി വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ. ഓക്കെ, അപ്പം ഇനി നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പം ആ ബാച്ചുകളിലേക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞങ്ങളെല്ലാവരും നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇവിടെ തയ്യാറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ അക്കാഡമിക് ഇയർ ആണ് തുടങ്ങുന്നത്. അപ്പം ഈ വർഷം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്രാവശ്യം പരീക്ഷ എഴുതി റിസൾട്ട് വന്നു, ഇനിയും പുതിയ അഡ്മിഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സാർ ഒരു 2 വാക്ക്. ഈ വർഷം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ, കാരണം നിങ്ങൾ എത്ര കുറഞ്ഞ മാർക്കുള്ളവരാണെങ്കിലും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബ്രില്യൻ്റ് അത് സാധിച്ചു തരും. കാരണം ബ്രില്യൻറ്റിന് അതിന് കഴിവുണ്ട്, ബ്രില്യൻറ്റിന് അതിന് കഴിവുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ നമ്മളുടേതായ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ നീറ്റ് എക്സാമിനായാലും നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ള, നമ്മുടെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ കുട്ടികൾ ആരും പറയില്ല അത് അങ്ങനെ അല്ലാതൊരു ക്വസ്റ്റ്യൻ ഒന്നും ആർക്കും പറയാനും പറ്റില്ല. പല ക്വസ്റ്റ്യൻസുകളും നമ്മളുടെ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻസുകൾ തന്നെ കണ്ട് അല്ലെങ്കിൽ ചില ആൻസറുകൾ ചില കുട്ടികൾ പറയാറുണ്ട് അത് ചെയ്തു പോലും നോക്കേണ്ടി വന്നില്ല, കാരണം ബ്രില്യൻറ്റിൽ സ്ഥിരം ചോദിച്ച് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചോദ്യമാണ്, വെറുതെ റൗണ്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള വർഷങ്ങളിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കുന്നത് അങ്ങനെ കൂടിയിരുന്ന് ആലോചിച്ച് ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കി വിടുമ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ കാണാൻ പറ്റും.
ക്വസ്റ്റ്യൻസുകളിലൂടെ നമുക്ക് MBBS സീറ്റ് കരസ്ഥമാക്കാൻ പറ്റും. നമുക്കൊരു എയിംസിലേക്ക് തന്നെ അഡ്മിഷൻ കിട്ടും. അപ്പം ഇനി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിച്ചെങ്കിൽ പോരുക, ബാക്കി ബ്രില്യൻ്റ് ഏറ്റു എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ പോന്നോണ്ടാൽ മതി, ബ്രില്യൻ്റ് ഏറ്റു. അപ്പം അതിൻ്റെ ആ ഒരു ഷെഡ്യൂളിൽ തന്നെ, അതായത് ബ്രില്യൻ്റ് കൃത്യമായ ഷെഡ്യൂളാണ് നമുക്ക് തരുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക. വളരെ ടൈം പ്ലാനോട് കൂടി തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നതായാലും എക്സാം ഇടുന്നതായാലും ഇവാലുവേറ്റ് ചെയ്യുന്നതായാലും ഒക്കെ. അപ്പോൾ ഓരോ ചെറിയ കുട്ടികൾക്ക് പോലും പ്രോത്സാഹനം കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു വീക്കിലി എക്സാം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രചോദനമാണല്ലോ. അപ്പോൾ അതെല്ലാം കൊടുത്ത് നമുക്ക് നമ്മുടെ ആ കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും നല്ല മാർക്കുള്ള കുട്ടികൾ ഇനിയിപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടുമോ എന്ന് സംശയമുള്ള കുട്ടികളും ടെൻഷൻ അടിക്കേണ്ട, ബ്രില്യൻ്റിലേക്ക് വരിക. ഇപ്രാവശ്യം നമുക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ എയിംസിലായിരിക്കും ഇരിക്കുക. അപ്പോൾ സീറ്റ് ഇല്ലാതെ നിന്ന് എയിംസിലേക്ക് പോരാനായിട്ട് നമുക്കത് വലിയൊരു ഇതായിരിക്കും. അതെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഡിലേഡ് ആയി എന്ന് പറയുമ്പോഴത്തേക്കും സംതിങ് ബെസ്റ്റ് is coming, അല്ലേ? നമ്മളൊരു ബെറ്റർ വേർഷന് വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നതെങ്കിൽ ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. ജോർജ് സാറ് നമുക്കെല്ലാവർക്കും തരുന്ന മോട്ടിവേഷൻ, നമുക്കെല്ലാവർക്കും തരുന്നൊരു സപ്പോർട്ട് അറിയാം, അല്ലേ? അപ്പം ജോർജ് സാറിൻ്റെ പിന്നിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. സാറിൻ്റെ കുടുംബം. വീട്ടിലെ ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്. എനിക്ക് 2 ചേട്ടന്മാരാണ്. ചേട്ടന്മാർ രണ്ടുപേരും, ഒരാൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നു, മറ്റേ ആൾ എബ്രോഡാണ്. ഞങ്ങളൊരു കർഷക കുടുംബമാണ്. വൈക്കമാണ് സ്ഥലം. പിന്നെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. എൻ്റെ വൈഫ് ടിസ എന്നാണ് പേര്. MD ചെയ്യുവാണ് ട്രിവാൻഡ്രത്ത്, ഡോക്ടറാണ്. കുട്ടികളുടെ പേര് ജേക്കബും ഡേവിഡും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും, മറ്റേ ആൾ ചെറിയൊരു കുട്ടിയാണ്, 8 മാസമേ ഉള്ളൂ. ജോർജ് സാറിനെ ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.